എന്നെ അടുത്ത മകനുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയമാണ്. ആഹാരമൊക്കെ വാങ്ങിച്ച് കിടക്കഴിച്ച് അല്പസമയം വിശ്രമിക്കുന്ന സമയത്താണ് ഈ സന്ദേശവുമായി ഇവിടെ വരുവാൻ കഴിഞ്ഞത്. എങ്കിലും ജീവന്റെ സന്ദേശവും നിത്യതയുടെ സന്ദേശവുമായിരിക്കുന്നതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നതും ഇത് പറയുന്നതും ഇതനുസരിക്കുന്നതും വലിയ അനുഗ്രഹമാണ്. മനുഷ്യന്റെ ഓട്ടം മുഴുവനും എങ്ങനെയും നന്നായി ജീവിക്കുവാനുള്ള തിരക്കായ ഒരു ജീവിതമാണ്. ഇഷ്ടപ്പെട്ട രാജ്യത്ത് പോയി ജോലി ചെയ്യുമ്പോഴും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്ഥലം വാങ്ങി ജീവിക്കുമ്പോഴും അതൊക്കെ വലിയൊരു സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ്. എന്നാൽ രക്ഷ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എന്താണ് രക്ഷ പ്രാപിക്കേണ്ടത്, എങ്ങനെയാണ് രക്ഷ പ്രാപിക്കേണ്ടത് എന്നുള്ള ചിന്ത മനുഷ്യന്റെ അകത്ത് വരികയില്ല. ഒരിക്കൽ കാരാഗ്രഹപ്രമാണിയായ വ്യക്തി പൗലോസിനോട് ശീലാസിനോട് ഇങ്ങനെ ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ പൗലോസിന് ശീലാസും പറഞ്ഞ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ളത്. ഇന്ന് ഈ വൈകിയ സമയവും എനിക്ക് ഇവിടെ നിന്ന് വിളിച്ച് അറിയിക്കാൻ ഒന്നേ ഉള്ളൂ, രക്ഷപ്പെടുവാൻ ഒരു മാർഗമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സുവിശേഷ സന്ദേശങ്ങളുമായി ആരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കളിയാക്കി നിന്ദിക്കാൻ കല്ലൊഴിച്ചത് ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുമായി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പണിയുമില്ലാത്തവരുടെ പണിയാണ് ഇങ്ങനെ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതിനെ കളിയാക്കി നിന്ദിക്കുക ചെയ്ത ആളാണ് ഞാനും. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിന് ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് വഴിപാടുകൾ തീർച്ചകൾ നടത്തിയതിനു ശേഷം ഒന്നിനു തന്നെ വിരമിക്കാൻ കഴിയാതെ വന്നപ്പോൾ മരണഭയം മാത്രം വേട്ടയാടിക്കൊണ്ട് മരണത്തെ മാത്രം മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് ഈ യേശുവാണ്. അതെ, ഞങ്ങൾ കളിയാക്കിയിരുന്ന, ഞങ്ങൾ നിന്ദിച്ചിരുന്ന ഈ യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോകാമെന്ന് കണ്ടുകൊണ്ട് വന്ന ഒരാളായിരുന്നു ഞാനും. 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനഫലമായി യേശു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാനിവിടെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞത്, അറപ്പാനും ഒടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണെന്ന് യേശു പറഞ്ഞു. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ജീവിതം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലത്ത് നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ 80 വർഷക്കാലം കൂടി ജീവിച്ച് തീർക്കുന്നതല്ല സമൃദ്ധിയായ ജീവിതം. ദൈവത്തോട് കൂടെ നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം മരണ മനുഷ്യൻ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിൽ ഒരു മനുഷ്യൻ പഠിച്ചു നിൽക്കില്ല എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തുണ്ട്. അപ്പൊ മരണം എന്നത് അവസാനമല്ലാത്തത് കൊണ്ടും മരണത്തിന് അപ്പുറമായ ഒരു ജീവിതം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ തിരുവചനം വ്യക്തമായി പറയുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ യേശു തന്റെ മാമൂലികൾ ഇങ്ങനെ പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത്. അപ്പൊ മരണത്തിനപ്പുറമായ ഒരു ജീവിതം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള സുവിശേഷ സന്ദേശങ്ങൾ അനേക ആളുകളിലൂടെ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഇവിടെ കൊണ്ട് തീർന്നു പോകുന്ന ജീവിതമാണ്, മരണം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് പ്രശ്നങ്ങൾക്കും മധ്യത്തിൽ ഒളിച്ചോടുന്ന മാർഗമാണ് മരണമെന്ന് ആയി മാറിയിരിക്കുകയാണ്. അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ ആത്മഹത്യ എന്നൊരു പരിഹാരമല്ല എന്നുള്ളതും, എങ്ങനെ മരിച്ചാലും നാം എന്ന ഒരിക്കൽ ന്യായാസനത്തിന് മുന്നിൽ വെളിപ്പെടുന്നതായി വരും. അന്ന് യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യൻ രണ്ടാം മരണമായി തീപ്പൊയ്ക്ക് നിർത്താൻ പോകുന്നത് ഞങ്ങളെപ്പോലെ ആളുകൾ ഇത് വിളിച്ചറിയിക്കുമ്പോൾ ഇത് കെട്ടുകഥകൾ പോലെ
ഐതിഹ്യ കഥ പോലെ ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെ തള്ളിക്കളയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജീവിതം ഒരു നിത്യമായ ഒരു ജീവിതമുണ്ട്. ആ ജീവനിലേക്ക് നാം കടന്നു പോകണമെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്റെ പാപത്തെ മാറ്റുവാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം ആവശ്യമാണ്. എങ്ങനെയാണ് രക്തം ശുദ്ധീകരിക്കേണ്ടത്? ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റി കഴിഞ്ഞാൽ രക്തശുദ്ധീകരണം നടക്കുമോ? അങ്ങനെയല്ല. പാപമില്ലാത്തവന്റെ രക്തം നമ്മുടെ മേൽ വരണം. ആരാണ് പാപമില്ലാത്തവൻ? യേശു ക്രിസ്തുവാണ് പാപമില്ലാത്തവൻ. പാപമൊഴികവൻ മനുഷ്യതുല്യമായി ഭൂമി ജീവിച്ചവനാണ്. യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമാണ്. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ വടുക്കുരാൻ ജീവിതമായിരുന്നു. മദ്യത്തിലും ഐക്യവരുതലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കിട്ടുന്ന സന്തോഷ സമാധാനമാണ്. ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തുണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് കണ്ട ഓടിയ ആളുകളായിരുന്നു. ആരെയും വകവെക്കാതെ, ആരെയും അനുസരിക്കാതെ പോലീസുകാർക്ക് നാട്ടുകാർക്ക് തലവേനയെ മാറി ജീവിതമായിരുന്നു. ഞങ്ങളെ വിടിവിക്കാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ, ഞങ്ങളെ രക്ഷിക്കുവാനൊന്നും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി വന്ന സുവിശേഷമാണ്. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരിൽ രക്ഷയില്ല. നരസിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവെന്ന്. ഇപ്പൊ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് വരണം. എങ്ങനെയാണ് നമ്മൾ പാപികളാകുവാൻ കാരണമായത്? ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. മനുഷ്യന്റെ വീട്ടിലൊക്കെ ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളും നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെ ഈ ദൈവത്തിൽ അകന്നു പോകേണ്ട വന്ന് ഇന്ന് മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ വേണം ദൈവീകമായ സന്ദേശത്തിന് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-20 വാക്യത്തിൽ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെ അവരുടെ കൂടെ അത്താഴം കഴിക്കുമെന്നുള്ള ദൈവികമായ ഒരു വചനമുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ദൈവത്തിന്റെ സന്ദേശമാണ്, കർത്താവിന്റെ സന്ദേശമാണ്. ഇതാർക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാൻ, തള്ളിക്കളയാം. ഇതടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ഈ സുവിശേഷ സന്ദേശങ്ങൾ. എല്ലാവരും അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് ഈ സന്ദേശം വിളിച്ചറിയിക്കുന്നത്. ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗപദ്ധതിയുമായി സന്തോഷിക്കുന്നതെന്നുള്ള തിരുവചനത്തിന്റെ നിവർത്തീകരണ സമയമാണ് എന്നുള്ള വിശ്വാസത്തിലും ഉറപ്പിലുമാണ് ഈ വചനവുമായി വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ആയതിനാൽ മടങ്ങി വരിക. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തൽ എന്താണ് പ്രയോജനമെന്ന് ബൈബിൾ ചോദിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നാലെ, നേട്ടങ്ങളില്ല പിന്നാലെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുകയാണ്, ഇതെല്ലാം നേടുമ്പോഴും നിന്റെ ആത്മാവ് നിത്യമായ നരകത്തിൽ ചെന്നെത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന്. അതുകൊണ്ട് തന്നിരിക്കുന്ന ആയുസ് നഷ്ടപ്പെടുത്തി കളയാതെ, തന്നിരിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ ഈ സമയമായിരിക്കും ഒരു പക്ഷെ രക്ഷപ്പെടുവാനുള്ള സമയം. ഇപ്പോഴാവുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാവുന്ന രക്ഷാദിവസം. ഈ സമയമായിരിക്കും ഒരു പക്ഷെങ്കിൽ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സമയം. അതുകൊണ്ട് തന്നിരിക്കുന്ന ആ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാതെ, തന്നിരിക്കുന്ന ആത്മാവിന്റെ